മധ്യപ്രദേശ് പോലീസിന് പിടികൊടുക്കാതെ കുംഭമേള വൈറൽ പെൺകുട്ടിയും ഭർത്താവ് ഫർമാനും. പെൺകുട്ടിയെ ഹാജരാക്കണമെന്ന് അവർക്ക് സഹായമൊരുക്കുന്നവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മധ്യപ്രദേശ് പോലീസ്. എന്നാൽ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇവർ. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. എഫ്ഐആർ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള, മധ്യപ്രദേശ് ഹൈക്കോടതികളെ സമീപിക്കാനും രഹസ്യമൊഴി നൽകാനുമാണ് ഇവർ ആലോചിക്കുന്നത്. അതേസമയം പെൺകുട്ടിയുടെ മൊഴിയെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മധ്യപ്രദേശ് പോലീസ്. കൊച്ചിയിൽ നിന്ന് പെൺകുട്ടി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലാണ്. ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഈ മാസം 20 വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്താൽ കേരള പോലീസ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ഈ വിഷയത്തിൽ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നില്ല. ടവർ ലൊക്കേഷൻ പ്രകാരം കൊച്ചിയിൽ തന്നെയുള്ള പെൺകുട്ടി എവിടെയാണ് എന്നതിനെക്കുറിച്ച് നിലവിൽ വ്യക്തമല്ല. എന്തായാലും കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹ വിവാദത്തിൽ പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്താൻ മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിലെത്തിയതിന് പിന്നാലെ നടന്നതൊക്കെ നാടകീയമായ സംഭവങ്ങളായിരുന്നു. പെൺകുട്ടി സംരക്ഷണം തേടി കൊച്ചി പോലീസിനെ സമീപിക്കുകയായിരുന്നു. മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയതിന് പിന്നാലെയാണ് തനിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി കൊച്ചി പോലീസിൽ പരാതി നൽകിയത്. തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്നാണ് പെൺകുട്ടിയുടെ പ്രധാന ആവശ്യം. തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കേരളത്തിൽ നിൽക്കുന്നതെന്നും 18 വയസ്സ് തികഞ്ഞതാണെന്നും പെൺകുട്ടി പോലീസിനോട് പറയുന്നുണ്ട്. വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖകളും പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് പെൺകുട്ടി പരാതി നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയത്. പെൺകുട്ടിയോടൊപ്പമുള്ള ഫർമാൻ ഖാന്റെ സുഹൃത്തിനെ തേടിയാണ് മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയത്. ഇവരെ തേടി തൃക്കാക്കരയിലാണ് പോലീസ് എത്തിയത്. അടുത്തിടെയാണ് പെൺകുട്ടിയുടെ വിവാഹം കേരളത്തിൽ വച്ച് നടന്നത്. പിന്നാലെ പ്രായപൂർത്തിയാകാതെയാണ് വിവാഹം നടന്നതെന്ന് കണ്ടെത്തിയതോടെ മധ്യപ്രദേശിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കേസിൽ പെൺകുട്ടിയുടെയും ഫർമാന്റെയും അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി മെയ് 20 വരെ തടഞ്ഞിരുന്നു. മലയാളം സിനിമയിൽ അഭിനയിക്കുന്ന തങ്ങൾ പ്രണയത്തിലായി മാർച്ച് 11 കേരളത്തിൽ വച്ച് വിവാഹിതരായെന്ന് ചൂണ്ടിക്കാണിച്ച് ഇവർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. കുംഭമേള വൈറൽ പെൺകുട്ടിയെ ഫർമാൻ അഹമ്മദ് എന്നയാൾ വിവാഹം ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിനായാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് ഫർമാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിന്റെ ഭാഗമായിട്ടാണ് മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയത്. ഫർമാന്റെ സുഹൃത്തിനെയും മധ്യപ്രദേശ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ ഫർമാന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞ വിവരം മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചതായും കോടതി ഉത്തരവിന്റെ പകർപ്പ് അവർക്ക് കൈമാറിയതായും കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. അതേസമയം പെൺകുട്ടിയെ കൊണ്ടുപോകാനാണോ മധ്യപ്രദേശ് പോലീസ് വന്നതെന്ന ചോദ്യത്തിന് അത് മധ്യപ്രദേശ് പോലീസിനോട് ചോദിക്കേണ്ടി വരുമെന്നായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം. വൈറൽ താരത്തിന്റെ വൈറൽ വിവാഹത്തെ ചൊല്ലി വിവാദം കത്തുകയാണ്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് ഫർമാനെതിരെ